ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങളാണ്. ഒരു തട്ടിക്കൂട്ട് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പറയാം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ് ഈസ്റ്റുമാണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. കപ്പ് നന്നായി ക്ലീൻ ചെയ്ത് കുക്കറിലോട്ട് വേവിക്കാൻ വെച്ച് ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ ആ വെള്ളം എടുത്ത് കളഞ്ഞു. കാരണം എന്താ വെച്ചാൽ കപ്പയിൽ മട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പണിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് കളഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് കപ്പ വേവിക്കാൻ വെച്ചിട്ടോ. പിന്നെ അതിലേക്കുള്ള മസാലയ്ക്ക് ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലിയോളം ഗാർലിക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ പാൻ വെച്ചോട്ട് നിങ്ങളുടെ അവിടെയൊക്കെ തക്കാളി ഇടുമെന്നൊന്ന് പറയൂട്ടോ, അല്ലെങ്കിൽ ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഫ്രൈ പാൻ വെച്ച് കൊടുത്തു. നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതേ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായ എന്ന് വെച്ചാൽ അസഫറ്റീഡ കേട്ടോ. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മൂക്കണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ഉള്ളിയൊക്കെ ഒരു നല്ല ബ്രൗൺ കളർ ആകുമ്പോഴാട്ടോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ വേഗം ഉള്ളിയും ഒക്കെ നന്നായി മൂക്കും. അപ്പോൾ അതേ നമ്മുടെ കപ്പ വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേവിച്ചത് വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, അരിച്ചിട്ട്. കാരണം ഇവിടെ കപ്പ ഡ്രൈ ആയിട്ട് ആർക്കും ഇഷ്ടമല്ല, കപ്പ കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വെള്ളം കളഞ്ഞിട്ടില്ല, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ വീണ്ടും നമ്മുടെ ഉള്ളി മൂത്തൊന്നും നോക്കാം. അതേ ഉള്ളി നന്നായി മൂത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉള്ളി മൂത്ത് വരുമ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ കുത്തുമുളകില്ലേ, നമ്മുടെ ഉണക്കമുളക് തന്നെ, അത് പൊടിച്ചത്, നമ്മളിവിടെ കുത്തുമുളക് എന്നാണ് പറയുക. അപ്പോൾ കുറച്ച് കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുത്തുമുളക് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്, അത് ഞാൻ വാരിക്കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് വാരിക്കോരി സാധാ മുളക് പൊടി ഇടാൻ നിൽക്കണ്ട, കുറച്ചിട്ടാൽ മതി, നല്ല എരിവുണ്ടാവും. അപ്പോൾ കാശ്മീരി മുളക് പൊടി എന്ന് വെച്ചാൽ നിങ്ങൾ നന്നായി ഞാൻ ഇടുന്ന പോലെ വേണമെങ്കിൽ വാരിക്കോരി ഇട്ടുള്ളൂ കേട്ടോ, അപ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ മുളക് പൊടിയുടെ ഒന്ന് റോസ് സ്മെല്ലൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്ത് നന്നായി മൊരിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ കപ്പ വേവിച്ചിട്ട് വെച്ചിട്ടില്ലേ, അതിൻ്റെ വെള്ളം മാറ്റി വെച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതായത് ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും. ആ തിക്കായി വരുന്ന സമയത്ത്, ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ കപ്പ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കപ്പയിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. കപ്പ വേവിച്ച് ഗ്രേവിനെ ഒഴിക്കുമ്പോൾ, നമ്മൾ സാധാ വെള്ളം ഒഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. കപ്പ വേവിച്ച് വെള്ളം തന്നെ ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പൊക്കെ റെഡിയായി. ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇതിലിട്ടത് കാണിച്ചിട്ടില്ല തോന്നുന്നു. അപ്പോൾ അതേ നമ്മുടെ രാവിലത്തെ തട്ടിക്കൂട്ട് കപ്പ ഇസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചായയിലോട്ട് നോക്കണ്ട, കുറച്ച് അധികം ഉണ്ട്. ഇവിടെ ഉള്ളവർക്ക് കുറച്ച് ചായ അധികം വേണം. അപ്പോൾ അതേ ഞാൻ വൈകിട്ട് നമ്മുടെ ചെമ്മീൻ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് വേണ്ടത് മാത്രം ഒരു 250 ml കപ്പ് പരിപ്പ് കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടെ ഒരു പിടിയും കൂടി കൂടുതൽ അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. അതാണ് ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാൻ കാരണം. തലയുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മേൽഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് എല്ലാതും അതുപോലെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് പിന്നെ കത്തിയുടെ അല്ലെങ്കിൽ സിസേഴ്സിൻ്റെ ആവശ്യം വരാറില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെമ്മീൻ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നിങ്ങൾ തല ഉണ്ടല്ലോ, തല അവിടെ വെച്ചിട്ട് കറിക്കോ അല്ലെങ്കിൽ ചെമ്മീനിൽ റോസ്റ്റൊക്കെ ചെയ്യില്ലേ, അപ്പോൾ കുറച്ച് തലയും കൂടി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. കറിക്കായാലും ചെമ്മീൻ റോസ്റ്റിനായാലും ആ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ആ തല അവിടെ വെച്ചിട്ട്, തല കളയാതെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ അങ്ങനെ ആദ്യം ഞാൻ കട്ട് ചെയ്ത് വെച്ചില്ലേ, തല ഒക്കെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ശേഷം ആ തലയുടെ ഭാഗം ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മേലിൽ നിന്നൊക്കെ ആ തോലിങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ തലഭാഗമല്ലേ, ആ തലഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ തലയുടെ ഉള്ളിലുള്ള കച്ചറകളൊക്കെ ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ ആ കച്ചറൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കഴുകിയെടുക്കാമെന്നുള്ളൂ. അപ്പോൾ എനിക്ക് തല ആവശ്യമില്ല, നിങ്ങൾക്ക് കറിക്കൊക്കെ ഇടുകയെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ തല വെച്ച് കാണിച്ചതേ. ഇതേപോലെ പ്രസ് ചെയ്ത് കളഞ്ഞാലുണ്ടല്ലോ അതങ്ങ് പോന്നോളും, തല നമ്മൾ എടുത്ത് കളയണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ
നിങ്ങൾ റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടാം, നിങ്ങളതങ്ങനെ ചെയ്ത് നോക്ക്, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് ചെമ്മീൻ തല ഞാൻ കളയും കേട്ടോ, കാരണം എനിക്ക് തല ആവശ്യമില്ല പരിപ്പ് വടയിലേക്ക്. അപ്പോൾ ഞാനത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ആ ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചെറുതാക്കി എരിഞ്ഞെടുക്കുന്നതാണ് പരിപ്പ് വടയിലേക്ക്. അപ്പോൾ അതെ ഞാൻ ക്ലീൻ ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഇതിലേ കുത്തുമുളക് അത് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി തിരിട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം എന്താ വെച്ചാൽ നമ്മുടെ പരിപ്പുവടക്ക് മഞ്ഞൾപ്പൊടി അത്യാവശ്യം വരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ ഉച്ചക്കുള്ള തട്ടിക്കൂട്ട് ചോറിലേക്കുള്ള ഫിഷ് ഫ്രൈ ആട്ടോ. പിന്നെ നിങ്ങൾ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കത്തിയിട്ട് മറിച്ചിടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആ ഒരു സുഖം ഒരു ചട്ടകത്തിനും കിട്ടാറില്ല. അപ്പം ഞാൻ കത്തിയിട്ടാണ് മറിച്ചിടാറ്. പിന്നെ ഫിഷൊന്നും പൊട്ടാതെയും തോന്നാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നൊന്ന് പറയട്ടോ. അപ്പം അതേ ഞാൻ നമ്മുടെ ഉച്ചക്കത്തുള്ള ചോറിലേക്കുള്ള തട്ടിക്കൂട്ട് സാധനം റെഡിയാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൈസി റൈസ് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ അതിൽ റെസിപ്പിയൊന്നും കാണിച്ചില്ല. അതേ ചോറ് അതിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ ഫിഷ് ഫ്രൈ റെഡിയായി. ഇതേ ചോറും കുറച്ച് അച്ചാറും ഫിഷും. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി അതായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മളെ പരിപ്പ് വടയിലേക്കുള്ളത് ഞാൻ ഒരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു, 2-3 വേപ്പിൻ്റെ ഇല എടുത്തു, പിന്നെ കുറച്ച് പച്ചമുളക്. അപ്പോൾ അത് ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും ഞാൻ ചെറുതാക്കി അരിഞ്ഞു. നമ്മുടെ വലിയ ഉള്ളിയും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് അസഫറ്റിയുടെ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കായം മിക്സിയിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും അരിഞ്ഞ് ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് നമ്മുടെ വെല്ലുവിളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ അവിടെ നമ്മൾ അരിഞ്ഞ് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടില്ലേ, അപ്പോൾ അതും കൂടി അന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്യണത്. പക്ഷേ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുത്തുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട്, നിങ്ങളതിൽ കുത്തുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് ക്രഷ് ചെയ്യണില്ലേ, അതിലേക്ക് നമ്മുടെ വലിയ മുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരിപ്പിൻ്റെ അളവിനാട്ടോ ഞാൻ പറഞ്ഞത്, 250 ml ഒരു കപ്പും പിന്നെ നമ്മുടെ ഒരു കൈപ്പിടി കൊണ്ട് ഒരു പിടിയും കൂടി കൂടുതൽ. ഇപ്പം നമ്മളെ പരിപ്പോടൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഇതേ നമ്മൾക്ക് വൈകിട്ടായപ്പോൾ കുറച്ച് മാന്തൽ കിട്ടിയിട്ടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് നമ്മൾ ഉപ്പിട്ട മീനില്ലേ അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, മീനൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. എന്നിട്ടൊരു ഇതുപോലെ ഒരു ലെയർ ഇട്ട് കൊടുത്തു. പിന്നെയും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പൊടിപ്പും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മേൽക്കൂടെ മീൻ വീണ്ടും അങ്ങോട്ട് നെറ്റി കൊടുത്തു. പിന്നെ കുറച്ചും കൂടി അതുപോലെ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് അത് എപ്പോഴും അപ്പം തന്നെ എടുത്താലും ഫ്രൈ ആക്കിയാൽ നമ്മളുടെ ഉപ്പ് മീൻ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ച് നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നാശമൊന്നും ആവില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ കൂടെ അത് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഉപ്പുമീൻ അത് ഏത് മീനും നമുക്ക് ചെയ്യാം. നമ്മുടെ മുള്ളൻ എന്ന് പറയും, നിങ്ങളവിടെ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മളിവിടെ മുള്ളൻ എന്ന് പറയും. അപ്പോൾ ആ ഫിഷ്, പിന്നെ നമ്മുടെ നത്തോലി, പിന്നെ അങ്ങനെയുള്ള മീനുകളൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതുപോലെ ചെയ്യട്ടെ. ഞാൻ വലിയ മീൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ചെറിയ മീനൊക്കെ ഇതുപോലെ ഇട്ട് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിഷുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ആ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ.